ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ എന്താ നമ്മുടെ ഗിവ് അവേ വിന്നറിന് കാഷ്യോയുടെ F91W വാച്ച് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനപ്പം പുള്ളീനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം വഴുതക്കാടാണ്, ട്രിവാൻഡ്രം. പുള്ളിയുടെ വീട് അവിടെയാണ്. സോ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് ലുലുവിൽ പോയി പുള്ളിക്ക് പുതിയ ബ്രാൻഡ് ന്യൂ F91W വാച്ച് നമ്മൾ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പുള്ളീനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വഴുതക്കാട് എത്തിയിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ വരും. സോ നമ്മുടെ ചാനലിൽ അടുത്ത ഈ മാസത്തെ തന്നെ ഗിവ് അവേ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വേണം എന്നുള്ളത് കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. ഓ, നമ്മുടെ ഗിവ് അവേ വിന്നർ വന്നേ. ബ്രോ, നമുക്ക് പോവാം. 10 മണി വരെ ഉണ്ടല്ലോ. പിന്നെ മേടിക്കണം. ഞാൻ ഇവിടെ സാധനം മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവും പെട്ടെന്ന്. യെസ്. സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അതാ ലുലുവിലോട്ട് പോവുകയാണ് ഗിവ് അവേ ഗിഫ്റ്റ് മേടിക്കാൻ. ഇതാണ് സജിത്, നമ്മുടെ വിന്നർ. ബ്രോ, നമുക്കിപ്പം പോയി സാധനം മേടിച്ചിട്ട് വരാം. ലേറ്റ് ആവുന്നു. ഇവിടെ സിറ്റിക്കകത്ത് എന്താ ബ്ലോക്ക് ബ്രോ? മറ്റേ ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു, നേവി ഷോയുടെ. അത് കൊള്ളായിരുന്നു. ഓപ്പൺ ചെയ്തപ്പോഴേ, ഡോർ ഓപ്പൺ ചെയ്തപ്പോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വാച്ച് മേടിച്ചിട്ട് ഇപ്പോൾ വരും നമ്മൾ. നമുക്ക് അകത്തോട്ട് കയറി. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൈഡ് ഇട്ടിട്ടുണ്ട് ബ്രോ, പക്ഷെ കുഴപ്പമില്ല. അവിടെ ഷോപ്പിൽ കുഴപ്പമില്ല, അവർ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കയറുമ്പോഴുള്ള ആൾക്കാരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അത് ബ്ലർ ചെയ്തുവിടാ. അതെ, ഇരുന്ന് എല്ലാവരെയും തല ബ്ലർ ചെയ്യേണ്ടി വരും. നമ്മൾ ലുലുവിൽ ഇതാ സ്വിസ് ടൈം ഹൗസ് എന്നാണ് വാച്ച് മേടിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കയറിക്കോ ബ്രോ. യെസ്. ബ്രോ, ഒരു വാച്ച് ബില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അഖിലെന്നാണ് പേര്. ഒരു F91W. ബ്രോ നോക്കിക്കോ വാച്ച്. അതന്നെ. ഓ, കൺഗ്രാറ്റ്സ് ബ്രോ. വാച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗിവ് അവേ വിന്നറിന്. ബ്രോ, വാറണ്ടി ഒക്കെ എങ്ങനെ? 2 ഇയർ, 6 months. ഓക്കെ. വെയർ ചെയ്യുന്നു? വെയർ ചെയ്തോ? ആ, അപ്പോൾ കൺഗ്രാറ്റ്സ് ബ്രോ. ഞാൻ എനിക്കും കൂടെ ഒരു വാച്ച് നോക്കുവാണ്. റെസിൻ ടൈപ്പ്. ഒന്ന് കെട്ടി നോക്കാം ബ്രോ, ഒന്ന് പിടിച്ച്. പോക്കറ്റ് 3 ആണ് ബ്രോ. ഇത് ഞാൻ നോക്കിയിരുന്നത് ഈ ഒരു ഗ്രീൻ അല്ല, ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത് കിട്ടാൻ വലിയ പാടാണ്. അതെ, കിട്ടാൻ പാടാണ്. അന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെ, എൻ്റെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒരെണ്ണം ഉണ്ട്. അല്ല, അത് വിൻറ്റേജാ. അത് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ. ഇപ്പൊ റിലീസ് ആയതാ? അല്ല, ഇത് കുറച്ചായി. ഇതില് വേൾഡ് ക്ലോക്ക് ഒന്നുമില്ലല്ലേ? ഇതിനൊരു പേരുണ്ട്. ഇതിനെ G-Shock കില്ലർ എന്നാണ് പറയുന്നത്. ആ ഒരു ഷേപ്പ് വരുന്നോണ്ട് G-Shockന് പകരം ആൾക്കാർ എടുക്കുന്ന ഒരു വാച്ച്. ലുക്കിൽ കിട്ടുന്ന, അതുകൊണ്ട് G-Shock കില്ലർ എന്നാ പറയുന്നത്. പക്ഷെ അതൊരു
ലെങ്ത് വിട്ടും ഉണ്ടല്ലേ? ആ അതെ, പിന്നെ ഈ മെറ്റലാണ് ഈ ഒരു പോർഷൻ. ഓക്കെ. ഇത് G Shock കില്ലർ എന്നാണ് പറയുന്നത്. ഇതെടുക്കല്ലേ? ആ ഇതന്നെ അതെ. റയർ പീസ് ഇരിക്കട്ടെ. അതെടുത്ത പാക്ക് ചെയ്തോ ബ്രോ. ഗൈസ് പുതിയൊരു വാച്ചും കൂടെ എടുത്ത് അതിന് റോയൽ യൂത്ത് സീരീസ് കാഷ്വയുടെ നമുക്ക് വേണമെങ്കിൽ ഗിവ് അവേ കൊടുക്കാം. അത് അതെ, എനിക്ക് പറ്റൂലല്ലോ. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഇത് ഗിവ് അവേ കൊടുക്കണം എന്നുള്ളൊരു കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഒരു ഫാൻസ് കയറിയിരിക്കുമായിരിക്കും. പക്ഷെ ഇത് സ്ട്രേഞ്ചർ തിങ്സ്. ഇതിന്റെ ബാക്കിൽ ഇതാ എഴുതിയിട്ടുണ്ട് സ്ട്രേഞ്ചർ തിങ്സ്. ഇത് 7,000 സംതിങ്, 799. ഓക്കെ. ഇതിനോ G Shock കില്ലർ ഇത് എത്രയായിരുന്നു ബ്രോ? നമുക്ക് 3,500. ഇത് എപ്പോഴും കിട്ടും, അത് കിട്ടത്തില്ല. ഓ അത് കിട്ടൂല. അതുപോലെ ഇതും കിട്ടൂല. ഇത് ഞാൻ ഒരു തവണ ഇവിടെ വന്നപ്പോൾ സ്റ്റോക്ക് ഇല്ല. പക്ഷെ ഇപ്പൊ കുറെ ഡിസ്പ്ലേ ഉണ്ടെന്ന് അവിടെ. നമ്മളിതാ വാച്ചും ഇറങ്ങി. ബ്രോ ഹാപ്പി ആണല്ലോ? നമ്മൾ രണ്ടുപേരും മേടിച്ച്. എനിക്ക് ഗിവ് അവേ അല്ല, ഞാൻ എനിക്ക് തന്നെ ഗിവ് അവേ കൊടുക്കുന്ന പോലെ. സെൽഫ് ഗിവ് അവേ. അതെ, സെൽഫ് ഗിവ് അവേ വിന്നർ. നമുക്കിനി ഹൈപ്പർ മാർക്കറ്റിൽ കയറാം. നമ്മളിനി ഹൈപ്പർ മാർക്കറ്റിൽ കയറുമോ? ആരും ഒന്നും കാണാതിരുന്നാൽ മതി. അതായത് അതെ അതെ, നമ്മളിനി ഷോപ്പ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കാണാം, അതായിരിക്കും നല്ലത്. കനേഡിയൻ സ്പാർക്ലിംഗ് വാട്ടർ. എന്തോ അതിൻ്റെ പേര്? ഞാൻ ഇവിടെ റൂബിക്കോൺ എന്ന് പറഞ്ഞൊരു റൂബിക്കോൺ. അത് തന്നെ, റൂബിക്കോൺ UK ലുള്ളതാ. ഇത് UK ലെ സാധനമാണ്. ഈ സാധനം 130. ഇതിന്റെ മാംഗോയുടെ സ്റ്റിൽഡ് ഉണ്ട്, അത് നല്ലതാ. മാംഗോ അത് തന്നെ, അതിനായിരുന്നു പാർക്കിംഗ് കൊള്ളാം, അവിടെ കാണും. അവിടെ റൂബിക്കോൺ UK ചീപ്പ് സാധനം, ലോക്കൽ. അതാണ്ടായിരിക്കും. സ്പാർക്ലിംഗ് അടിപൊളിയാ മാംഗോ. ഇത് ക്യാനല്ലേ? 1 ലിറ്ററിന് 139 കിട്ടും. ഇത് നല്ല കിടില സാധനമാണ് റൂബിക്കോണിന്റെ സ്പാർക്ലിംഗ്. ബ്രോ ഞാൻ ഇന്ന് ജിമ്മിൽ കയറിയുള്ളൂ, ഞാൻ ഇനിയിപ്പം ഷുഗർ എടുക്കണില്ല. നല്ല സാധനം. ഞാൻ ഈ മാംഗോ എടുക്കുന്ന സ്ഥിരം. മാംഗോയ്ക്ക് പ്യൂർ ആ മാംഗോയുടെ ഫ്ലേവർ കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവനും ഭയങ്കര പരാന്തായത്. റൂബിക്കോൺ. നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ അത് ബേസിക്കലി കനേഡിയൻ അല്ലേ? കനേഡിയൻ ആണ്, ബട്ട് UK ഇത് നമ്മളിവിടെ കിട്ടുന്ന നോർമൽ സാധനം പോലെ ഈ കഫേയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർ കൊടുക്കും. ഫ്രൂട്ട് സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് എടുക്കണം. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു ബില്ലടിക്കാൻ. എന്തായാലും എടുത്തേക്കാം. ജ്യൂസ് അടിക്കാൻ നല്ലത് വാലൻസിയാണ്. ഇതെടുത്തിട്ട് വരാം ഗൈസ്. നമ്മൾ ലുലുന്ന് ഷോപ്പ് ചെയ്തിട്ട് ഇറങ്ങി. കുറച്ച് സലാഡ് മേടിച്ചപ്പോൾ അതിൻ്റെ സ്പൂണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കണം. അപ്പോൾ അത് മേടിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ട്, തൊട്ടടുത്തുള്ള കൗണ്ടറിൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരു വീഡിയോ എഡിറ്റർ ആവശ്യമുണ്ട്. വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, അടിപൊളിയായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യണം. കുറച്ച് ബ്ലൂപ്പേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വേണം നമുക്ക്. കമൻറ്റ് ചെയ്താൽ മതി, ബാക്കി ഞാൻ കോൺടാക്ട് ചെയ്തോളാം. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാലും മതി. ഇൻസ്റ്റാ പേജ് ദി ലിമിറ്റ്ലെസ് മല്ലു എന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് എവിടെ ഇരിക്കാം ബ്രോ? അവിടെ ഇരുന്നല്ല. ഗൈസ്, വെള്ളത്തിന് 18 രൂപയുള്ളൂ. മറ്റേത് 20 രൂപ വരെ ബോട്ടിലായിരുന്നു. GST വന്നപ്പോൾ കുറഞ്ഞാണ്. സോ നിങ്ങളത് ശ്രദ്ധിച്ചോണം, എവിടെ നിന്ന് മേടിക്കണമെങ്കിൽ 18 രൂപയാണ് ഈ ബോട്ടിലിൻ്റെ പ്രൈസ്. യെസ്, നമ്മളെ കഴിക്കാനുള്ള സാധനങ്ങൾ എടുക്കുകയാണ് സജിത്ത്. സജിത്ത് ഒരു സിംഗറാണ് ബ്രോ. ഒരു 2 ലൈൻ പാടുമോ? 2 ലൈൻ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ്. പാട്ടുകാരെ കിട്ടിയ നൈസായിരിക്കും. മൈക്ക് വരാം, DJ വരാം, നല്ല മൈക്കുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കാം ഗൈസ്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പാട്ട് തന്നെ ഒരു ഏതിന് മൈക്ക് എവിടെയാ? ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു പാട്ടിൻ്റെ തന്നെ 2 വരി ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ്. ലിറിക്സ് നോക്കട്ടെ. ലിറിക്സ് എനിക്കറിയത്തില്ല.
തെറ്റിപ്പോയി കഴിഞ്ഞാൽ ട്രോളായിരിക്കും തീർച്ചയായിട്ടും. കുന്നിക്കുരുൾ മേഘമേ. കണ്ടോ, അതാണ് പ്രശ്നം. ലിറിക്സ് എൻ്റെ ഇതിനകത്തും, അതായത് യൂട്യൂബും ഇൻസ്റ്റയ്ക്കകത്തും അപ്ലോഡ് ചെയ്യുന്നതും കൂടിയാണ്. അവിടെയും കൂടെ പോയി ലൈക്ക് ഇൻസ്റ്റാ പേജ് സജിത്ത് വാര്യർ, യൂട്യൂബിനകത്ത് സജിത്ത് സെർനൈറ്റ്സ്. അത് ഇവിടെ ആശാൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്, പക്ഷെ ആ മൂവി റിലീസായിട്ടില്ല. പാട്ടാണ് റിലീസായത്, ഇപ്പോൾ തന്നെ ഹിറ്റാണ്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ. സജിത്ത് അത്യാവശ്യം ഇത് ഇവൻറ്റിനൊക്കെ പോകുന്നതാണ്. അപ്പം ഇവൻറ്റിന് വേണ്ടിയിട്ടും സജിത്തിനെ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാലും മതി, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, പാട്ട് അടിപൊളിയായിട്ടുണ്ട് ബ്രോ. ഇനി നമ്മളെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ബ്രോ, കഴിച്ചു തുടങ്ങിയാലോ?